തൊഴിലാളി ദിനത്തിൽ സീഡിറ്റിലെ 228 താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ട നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. LDF സർക്കാരിന്റെ 10ാം വാർഷികാഘോഷവേളയിൽ തന്നെ CPI പിരിച്ചുവിടലിനെതിരെ പ്രത്യക്ഷ സമരവുമായി രംഗത്തുണ്ട്. മുന്നണി ബന്ധത്തിലടക്കം വിള്ളലുണ്ടാകുമ്പോഴും പ്രശ്നത്തിൽ സീഡിറ്റ് ഗവേണിംഗ് ബോഡി ചെയർമാനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെടാത്തതിലും പ്രതിഷേധമുയരുകയാണ്. 16 മുതൽ 22 വർഷം വരെ സീഡിറ്റിൽ താൽക്കാലിക ജീവനക്കാരായി ജോലി ചെയ്തവരെയാണ് ഏപ്രിൽ 30-ന് ഏകപക്ഷീയമായി ഇറക്കിയ നോട്ടീസിലൂടെ ഒരു മുന്നറിയിപ്പുമില്ലാതെ പിരിച്ചുവിട്ടത്. CPM നോമിനിയായി ഏറെ വിവാദം സൃഷ്ടിച്ച് സീഡിറ്റ് ഡയറക്ടറായി അവരോധിതനായ G. ജയരാജാണ് 228 പേരെ പിരിച്ചുവിട്ടുകൊണ്ടുള്ള നോട്ടീസ് ഇറക്കിയത്. 2021 മുതൽ മോട്ടോർ വാഹന വകുപ്പിൽ ഫെസിലിറ്റി മാനേജ്മെന്റ് സർവീസ് പ്രോജക്റ്റിലും അതിനു മുമ്പ് സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് സീഡിറ്റ് നൽകിയിരുന്ന സേവനങ്ങൾക്കുമായി പ്രവർത്തിച്ച ജീവനക്കാരാണ് ഒറ്റ ദിവസം കൊണ്ട് തൊഴിൽ രഹിതരായത്. ഈ നടപടിക്കെതിരെ ഇടതുമുന്നണിയിലെ പ്രധാന ഘടകകക്ഷിയായ CPI അടക്കം AITUCയുടെ നേതൃത്വത്തിൽ പ്രത്യക്ഷ സമരവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. സീഡിറ്റ് എംപ്ലോയീസ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 11 ദിവസമായി സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം നടത്തിവരുന്നു. പിണറായി സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ നിലപാടുകളുടെ മറ്റൊരു ഉദാഹരണമായി സീഡിറ്റിലെ പിരിച്ചുവിടൽ നടപടി മാറുമ്പോഴും ഗവേണിംഗ് ബോഡി ചെയർമാനായ മുഖ്യമന്ത്രി മൗനം തുടരുകയാണ്. 2012-ൽ മോട്ടോർ വാഹന വകുപ്പുമായി ഒപ്പുവെച്ച കരാറിന്റെ അടിസ്ഥാനത്തിലുള്ള വേതനമാണ് 13 വർഷങ്ങൾക്കിപ്പുറവും ജീവനക്കാർക്ക് ലഭിച്ചിരുന്നത്. വർദ്ധിച്ച വേതനമടക്കം ജീവനക്കാർക്ക് വാഗ്ദാനം നൽകിയിരിക്കെയാണ് അപ്രതീക്ഷിതമായ പിരിച്ചുവിടൽ ഉണ്ടായത്. ഇതിൽ CITUവും മുഖ്യമന്ത്രിയെ പ്രതിഷേധമറിയിച്ചെങ്കിലും പരസ്യമായി പ്രതിഷേധിക്കാൻ CITU ഭയക്കുകയാണ്. ഇതേ സാഹചര്യത്തിൽ CPI സമരം മറ്റു ജില്ലകളിലേക്ക് കൂടി വ്യാപിപ്പിക്കാനുള്ള തീരുമാനത്തിലുമാണ്. എന്നാൽ മോട്ടോർ വാഹന വകുപ്പുമായി ഉണ്ടാക്കിയ കരാർ 2021-ൽ അവസാനിച്ചിട്ടും അത് പുനഃസ്ഥാപിക്കാൻ സീഡിറ്റ് ഡയറക്ടർക്കോ ചെയർമാനായ മുഖ്യമന്ത്രിക്കോ സാധിച്ചിരുന്നില്ല. സർക്കാർ ഇടപെടലിനെ തുടർന്നുള്ള ധാരണ പ്രകാരമാണ് കഴിഞ്ഞ 4 വർഷമായി സീഡിറ്റ് മോട്ടോർ വാഹന വകുപ്പിന് സേവനം നൽകി പോന്നത്. ഇതേസമയം സീഡിറ്റിന്റെ പിന്മാറ്റത്തോടെ മോട്ടോർ വാഹന വകുപ്പിലെ ഹൗസ് കീപ്പിംഗ്, IT സാങ്കേതിക വിദ്യ, സ്റ്റേഷനറി സാധനങ്ങളുടെ വിതരണം എന്നീ സീഡിറ്റ് വഴി നടത്തിവന്ന പ്രവർത്തനങ്ങൾ അപ്പാടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി.